ചേട്ടാ, കാമുകരോടൊപ്പം ജീവിക്കാനായി പാലുകുടി പോലും മറത്ത സ്വന്തം കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയൊരമ്മ. ഉം, അവരെ നമുക്ക് അമ്മയെന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. അമ്മ എന്ന ആ വാക്കിന്റെ തന്നെ മഹത്വം അവിടെ ഇല്ലാണ്ടാവുകയാണ്. ഉം, അപ്പൊ ഇന്നലെയായിരുന്നു ആ കേസിന്റെ വിധി വന്നത്. കോടതി കുറ്റക്കാരിയാണെന്ന് ശരണ്യെ കണ്ടെത്തിയിരുന്നല്ലോ. ഉം. അപ്പോൾ എന്താണ് ആ കേസിന്റെ നാൾവഴികൾ? ശരണ്യ എന്നാണ് ആ സ്ത്രീയുടെ പേര്. 2020 ഫെബ്രുവരി 17-ന് ഉം, കണ്ണൂർ ജില്ലയിലെ തയ്യിൽ കടപ്പുറത്തെ ഒരു വീട്ടിൽ, ആ വീട്ടിൽ അന്ന് മാതാപിതാക്കൾക്കൊപ്പം അമ്മയും അച്ഛനുമുള്ള വീട്ടിൽ ഉറങ്ങാൻ കിടന്ന 1.5 വയസ്സുകാരനായ വിയാൻ ഉം, ഈ വീട്ടിൽ നിന്ന് 50 മീറ്ററോളം മാറിയുള്ള കടൽ തീരത്തെ പാറക്കെട്ടിൽ തലയിടിച്ച് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഉം, ഇതായിരുന്നു ആ സംഭവം. അത് കേരളത്തിലാകെ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ്. പ്രത്യേകിച്ച് മാതാവ് തന്നെ സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം കൂടിയാണ്. ഉം, ഇതിലേക്ക് വരികയാണെങ്കിൽ, ഈ പ്രണവ് എന്നാണ് ശരണ്യയുടെ ഭർത്താവിൻ്റെ പേര്. ഉം, പ്രണവും ശരണ്യയും പ്രണയവിവാഹം കഴിച്ച ആളുകളാണ്. അങ്ങനെ ഇരുവരും ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുന്നു. ശരണ്യ ഗർഭിണിയാകുന്നു. ശരണ്യ ഗർഭിണിയായിരിക്കെ 21 വയസ്സുകാരിയാണ്. ആ ഒരു കൊലപാതകം നടക്കുമ്പോൾ ശരണ്യക്ക് പ്രായം 21 വയസ്സ് മാത്രമാണ്. അങ്ങനെ ശരണ്യ ഗർഭിണിയായിരിക്കെ പ്രണവ് വിദേശത്തേക്ക് ജോലി ആവശ്യത്തിന് വേണ്ടി പോകുന്നു. ഉം, അവിടെ മുതലാണ് ഇരുവർക്കുമിടയിലെ ബന്ധം വഷളാകുന്നതും ഇവർ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതും. ഈ കുഞ്ഞിൻ്റെ ജനനശേഷം ഉം, പ്രണവ് സ്വന്തം വീട്ടിലും ഈ ശരണ്യ മാതാപിതാക്കൾക്കൊപ്പം ഈ തയ്യൽ ബീച്ചിനോട് ചേർന്ന ഈ വീട്ടിലുമായിരുന്നു താമസിക്കുന്നത്. ഉം, ഇടയ്ക്ക് മാത്രമാണ് ഈ പ്രണവ് കുഞ്ഞിനെ കാണാനായി വീട്ടിലേക്ക് വരാറുള്ളത്. അതും ചില അപൂർവമായിട്ടുള്ള അവസരത്തിൽ മാത്രം. പ്രത്യേകിച്ച് ഈ ശരണ്യയുടെ പിതാവ് വത്സരാജിന് ഈ പ്രണവിനെ ഇപ്പോൾ അത്ര രസത്തിലല്ല. കാരണം മകളുമായിട്ട് അകന്നു കഴിയുന്ന മരുമകനാണ്. അതുകൊണ്ട് തന്നെ ഈ പിതാവുള്ളപ്പോൾ, ശരണ്യയുടെ പിതാവ് വീട്ടിലുള്ളപ്പോൾ സാധാരണഗതിയിൽ ഈ പ്രണവ് ആ വീട്ടിലേക്ക് എത്താറില്ല. ഉം, അന്ന് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ശരണ്യയുടെ നിർബന്ധപ്രകാരമാണ് പ്രണവ് ഈ ഫെബ്രുവരി 17-ന് ആ വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിലേക്ക് എത്തുന്നു. പതിവ് പോലെ ഈ കുഞ്ഞിനോടൊപ്പം കുഞ്ഞിനെ അടുത്ത് കിടത്തി പ്രണവ് ഉറങ്ങാൻ കിടക്കുന്നു. ശരണ്യ സ്വന്തം മുറിയിലേക്ക് കിടക്കാനായി പോകുന്നു. അന്ന് പിറ്റേ ദിവസം രാവിലെ 6:30-യോടെ പ്രണവ് ഉറക്കമെണീക്കുമ്പോൾ സമീപത്ത് കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിനെ കാണാനില്ല. ഉം, ഈ കുഞ്ഞെവിടെ എന്ന് ശരണ്യയോട് ചോദിച്ചിട്ടും കുഞ്ഞിനെ കാണാനില്ല. ഒരു പരിഭ്രാന്തിയുള്ള ഒരു മുഖഭാവമായിരുന്നു ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രണവ് ആ വീട് മുഴുവൻ പരിശോധിക്കുന്നു. ആ വീട്ടിൻ്റെ സമീപത്തും കുഞ്ഞിനെ കാണാനില്ല. അപ്പോൾ ഈ പ്രണവാണ് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഉം, അതിന് പിന്നാലെ തന്നെ ഈ ശരണ്യയും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ സമീപത്ത് തന്നെ നടത്തിയ തിരച്ചിലിനൊടുവിൽ ഏകദേശം ഈ വീട്ടിൽ നിന്ന് 50 മീറ്ററോളം മാറി തയ്യൽ കടപ്പുറത്തെ പാറക്കെട്ടുകൾക്കിടയിൽ ആ 1.5 വയസ്സുകാരൻ്റെ മൃതദേഹം അവിടെ കണ്ടെത്തുന്നു. ഉം, ഇതോടെ ശരണ്യ ഒരൊറ്റ നിലപാടിലേക്ക് പോകുന്നു. ഈ തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തലേ ദിവസം മാത്രം വീട്ടിലേക്ക് എത്തിയ പ്രണവ് എന്ന് പറയുന്ന തൻ്റെ ഭർത്താവാണ്. ഉം, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി പ്രണവാണ്. ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിൻ്റെ തന്നെ ആദ്യ നിഗമനം തന്നെ പ്രണവിലേക്കായിരുന്നു. കാരണം കുറേ നാളായി അകന്ന് കഴിയുകയായിരുന്ന പ്രണവ് എന്തിനാണ് ആ ഒരു ദിവസം മാത്രം ആ ഒരു വീട്ടിലേക്ക് വന്ന് കയറിയത്? ഉം, അത് ഒരു ആദ്യത്തെ നിഗമനം തന്നെ പ്രണവായിരുന്നു എന്ന രീതിയിലാണ് ഈ ഒരു കേസ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ഉം, അങ്ങനെ ഇരുവരുടെയും മൊഴികൾ പ്രണവിനെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശരണ്യയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഇരുവർക്കുമിടയിലെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് കണക്കിലെടുക്കുന്നു. ഉം, അങ്ങനെ ഇരുവരെയും വ്യത്യസ്തമായി ഇരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രണവ് പറയുന്നതൊക്കെ സത്യമാണ് എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി. പിന്നെയുള്ളത് ഈ ശരണ്യാണ്. അതോടൊപ്പം തന്നെ ഇതിന് ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ്. ശാസ്ത്രീയ തെളിവുകൾ മാത്രം ആണ് ഈ കേസിലെ ഈ പ്രതിയുടെ ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നത് പോലും. ഉം, അങ്ങനെ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ അടക്കുന്ന ദിവസമാണ്, അവരുടെ സമുദായ ശ്മശാനത്തിൽ അടക്കം ചെയ്യുന്ന ദിവസമാണ് ഈ ശരണ്യ ഈ കുറ്റം സമ്മതിക്കുന്നത്. അതിലേക്ക് പോലീസ് എത്തുന്നത് പോലും ഈ ശരണ്യക്ക് നിതിൻ എന്ന് പറയുന്ന ഒരു കാമുകനുണ്ടായിരുന്നു. ഈ കാമുകൻ ഇവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്താണ്. ഈ സുഹൃത്ത് ഇവരെ അകന്നു കഴിയുന്ന വേളയിൽ ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഇരുവർക്കുമിടയിലെ സൗഹൃദം പ്രണയമായി വളരുകയും ഈ കാമുകനൊപ്പം ജീവിക്കാൻ ശരണ്യ തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തെ ആദ്യ ഭർത്താവിൻ്റെ ശല്യമൊന്നുമില്ലാതെ ഇപ്പോൾ നിലവിൽ തനിക്കൊരു ബാധ്യതയുള്ളത് ആ കുഞ്ഞു മാത്രമാണ്. എന്നാൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആ കാമുകൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ കുട്ടിയുടെ 21 വയസ്സ് മാത്രമാണ് ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്ന പ്രായം. അങ്ങനെ അവരുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം, ഈ കാമുകനൊപ്പം ജീവിക്കാൻ ഏക തടസ്സം തൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് പ്രണവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതും ഇത് പ്രകാരം ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതും. അന്ന് രാത്രി
കുട്ടിയെ പ്രണവിൻ്റെ അടുക്കൽ കിടത്തി ഉറക്കിയതിന് ശേഷം നേരെ മുറിയിലേക്ക് പോകുന്ന ഈ പെൺകുട്ടി ശരണ്യ രാത്രി 2 മണിയോടെ എണീറ്റ് നേരെ തിരിച്ച് ഈ പ്രണവും ഈ കുട്ടിയും കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് വരുന്നു. ഈ മുറിയിൽ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ ആരുമില്ല, ഉറക്കം എണീറ്റിട്ടില്ല. അങ്ങനെ പതിയെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന ശരണ്യ നേരെ വീടിൻ്റെ പുറത്തേക്ക് നടന്ന് പോകുന്നത് കണ്ണൂർ തയ്യിൽ കടപ്പുറത്തേക്കാണ്. ഈ വീടിൻ്റെ സമീപത്താണ്. തയ്യിൽ കടപ്പുറത്തേക്ക് എത്തുന്ന ശരണ്യ ഈ കുഞ്ഞിനെ ആദ്യഘട്ടത്തിൽ തന്നെ നേരെ കാലിൽ തൂക്കി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഈ കുട്ടി നേരെ പോയി വീഴുന്നത് ഒരു പാറക്കെട്ടിൽ തന്നെയാണ്. ഈ പാറക്കെട്ടിൽ വീണ് ഈ കുഞ്ഞ് വലിയ ശബ്ദത്തോടെ കരഞ്ഞു. കരച്ചിൽ കേട്ട് നേരെ താൻ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നതെന്നിരിക്കെ നേരെ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇറങ്ങിച്ചെന്ന് ഈ കുഞ്ഞിനെ എടുത്ത് ഒന്നുകൂടി കടൽ ലക്ഷ്യമാക്കി എറിഞ്ഞു. ആ എറിയലിലാണ് ആ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ ആ മരണം ഉറപ്പാക്കി നേരെ ആ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ശരണ്യ സ്വന്തം മുറിയിലേക്ക് പോയി കിടന്നുറങ്ങുന്നു. രാവിലെ 6:30 നേരെ ചെന്ന് കിടന്നുറങ്ങുകയായിരുന്ന പ്രണവിനെ തട്ടി എണീപ്പിച്ച് തൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് അഭിനയിച്ചു. ഇതാണ് നടന്നിരിക്കുന്നത്. പോലീസ് ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ പെൺകുട്ടി ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവർ പറയുന്നത് താനല്ല, ഈ പ്രണവ് തന്നെയാണ്. തൻ്റെ വീട്ടിലേക്ക് തലേ ദിവസം മാത്രം വന്ന പ്രണവ് തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി. ഇതായിരുന്നു അയാളുടെ വരവിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ അടുത്ത ബന്ധുക്കളും വീട്ടുകാരുമടക്കം മാതാവടക്കം ഈ പ്രണവിന് ആദ്യഘട്ടത്തിൽ എതിരായിരുന്നു. എന്നാൽ ഈ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനിരിക്കെ തന്നെ 17ഓളം മിസ് കോളുകൾ ഈ പെൺകുട്ടിയുടെ ശരണ്യയുടെ ഫോണിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരുന്നു. 17 മിസ് കോളുകൾ കണ്ടു. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ നിതിൻ എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് ഈ ശരണ്യയെ കൊണ്ട് തന്നെ ഈ ഫോൺ എടുപ്പിച്ച് ലൗഡ് സ്പീക്കറിലിട്ട് ഈ കാമുകനുമായിട്ട് സംസാരിപ്പിച്ചു. അങ്ങനെ ആ സംസാരത്തിൽ തെളിഞ്ഞതാണ് ഈ കുറ്റകൃത്യം. കാരണം കാമുകൻ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പ്രണവിനെ ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ തന്നെ പോലീസ് ഒരു നിഗമനത്തിലെത്തി ശരണ്യയാണ് ഇതിൻ്റെ മൂലകാരണം, ശരണ്യയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ വരുന്നതുവരെ കാത്തിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ശരണ്യ അന്നേ ദിവസം ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കടപ്പുറത്തെ നമ്മൾ പോയി ഇറങ്ങിയാൽ പോലും ഈ വെള്ളമടിച്ചാൽ പോലും നമ്മൾ വീട്ടിലേക്ക് ചെന്ന് ഇച്ചിരി ഉണങ്ങി കഴിയുമ്പോൾ അതിനകത്ത് ഉപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതൊന്നും വേണ്ട, ശാസ്ത്രീയ പരിശോധനയിൽ തന്നെ ഈ ശരണ്യ അന്നേ ദിവസം ധരിച്ചിരുന്ന വസ്ത്രത്തിലും അതുപോലെ തന്നെ ഇവരുടെ ബ്ലാങ്കറ്റിലും ഉപ്പിൻ്റെ അംശം, കടൽ വെള്ളത്തിൻ്റെ അംശം കണ്ടെത്തിയിരുന്നു. അതൊരു ശാസ്ത്രീയ തെളിവാണ്. കൂടാതെ തന്നെ ഈ കുഞ്ഞിനെ കണ്ടെത്തിയ പാറക്കെട്ടുകൾക്കിടയിൽ ശരണ്യയുടെ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. ഈ കുഞ്ഞിൻ്റെ അച്ഛനായ പ്രണവിൻ്റെ ചെരുപ്പ് ഈ വീട്ടിൽ നിന്ന് കാണാതെ പോയിരുന്നു. അതും കൂടി പ്രണവിനെ ഈ കുറ്റകൃത്യത്തിൽ ഒരു കണ്ണിയാണെന്ന് സംശയിക്കാൻ പോലീസിന് ഇടവരുത്തി. ഇത് പിന്നീട് ആ വീട്ടിലേക്ക് ഈ മരണം നടന്ന വിവരമറിഞ്ഞ് എത്തിയ ആളുകൾ ആരെങ്കിലും മാറ്റിയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടതായിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. അങ്ങനെ ശരണ്യയെ പോലീസ് ഈ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഏകദേശം ഒരാഴ്ചക്കിപ്പുറമാണ് ഈ കാമുകനിലേക്ക് പോലീസ് എത്തുന്നത്. കാമുകനെ വലിയന്നൂർ സ്വദേശിയായിട്ടുള്ള നിതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. നിതിനും ശരണ്യയും മാത്രമായിരുന്നു ഈ കേസിലെ ആകെയുള്ള 2 പ്രതികൾ. ഇപ്പോൾ നിതിനെ ഈ കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ശരണ്യ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നിതിനെ വെറുതെ വിട്ടിരിക്കുന്നു. അത് പ്രധാനമായിട്ടും കൊലപാതകം, ഈ ഗൂഢാലോചന, പ്രേരണ, ഇതിലൊന്നും ഇയാളെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ സമർപ്പിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചിട്ടില്ല. ഇത് പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും വീഴ്ചയാണെന്നാണ് കോടതി പറയുന്നത്. ഇയാളെ ബന്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇയാളൊരു വിവാഹ വാഗ്ദാനം നൽകിയല്ല ഈ പെൺകുട്ടിയുമായിട്ട് അടുത്തത്. കൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ ധാരാളം ബാങ്ക് രേഖകൾ ഈ നിതിൻ ഈ ശരണ്യയെ കൊണ്ട് വലിയ തുകകൾ ഈ ബാങ്ക് ലോണായി എടുക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. അങ്ങനെയുള്ള കുറച്ച് രേഖകളൊക്കെ കണ്ടെത്തിയിരുന്നു. കൂടാതെ ഇയാൾക്ക് മറ്റൊരു കാമുകിയുണ്ട്. ഇയാൾ ആ പെൺകുട്ടിക്കാണ് വിവാഹ വാഗ്ദാനം നൽകിയിരിക്കുന്നതെന്നും ഈ ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് ശരണ്യക്ക് ഇയാളുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിവാഹ വാഗ്ദാനവും നൽകിയിട്ടില്ല എന്നും കണ്ടെത്തി. കൂടാതെ ഈ സംഭവം നടക്കുന്നത് ആ അർദ്ധരാത്രി 2 മണിയോടുകൂടിയാണെന്ന് പറഞ്ഞു. ഈ തലേദിവസം രാത്രി 10 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ ഈ നിതിൻ കാമുകൻ്റെ ഒറ്റ ഫോൺ കോളും ഈ ശരണ്യയുടെ ഫോണിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അതിന് മുൻപ് ഏകദേശം 2.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ഫോൺ കോളുകളും ഈ കസ്റ്റഡിയിൽ ഇരിക്കെ വന്നിരിക്കുന്ന ഫോൺ കോളുകളും മാത്രം അടിസ്ഥാനമാക്കിയാണ് പോലീസ് നിതിനെയും കൂടി ഈ കേസിലേക്ക് പ്രതി ചേർത്തത്. ഇപ്പോൾ നിതിനെ പോലീസ് വെറുതെ വിട്ടിരിക്കുന്നു. അന്ന് ഏകദേശം 2020 ഫെബ്രുവരി 17 കൊലപാതകം നടക്കുന്നു. അതിനുശേഷം 90 ദിവസത്തിനുള്ളിൽ കണ്ണൂർ ടൗൺ CA ആയിട്ടുള്ള R സതീഷാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം തളിപ്പറമ്പ് സെഷൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനുശേഷം തന്നെ ഏകദേശം 5 വർഷത്തോളം കേസ് അങ്ങനെ പോയി. ഇക്കഴിഞ്ഞ 2025 ഇന്ന് ജനുവരി
2026 ജനുവരി 20 കഴിഞ്ഞ 2025 ജനുവരി 20 ഈ ശരണ്യ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്ത് എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. കൃത്യം 1 വർഷത്തിന് മുൻപ്. ആ 1 വർഷങ്ങൾക്കിപ്പുറമാണിപ്പോൾ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശരണ്യ കുറ്റക്കാരിയാണെന്ന് വിധിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു കൊലപാതകത്തിന് ശേഷം കുറ്റസമ്മതം നടത്തിയ ശരണ്യയെ തയ്യിൽ കടപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും പഴയ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഉണ്ട്. അതിൽ വലിയ ജനരോഷത്തോടെയാണ് ആളുകൾ ഈ ശരണ്യയെ, സ്വന്തം നാട്ടുകാർ തന്നെ ഈ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ജനരോഷമുണ്ടായിരുന്നു. പിതാവ് വത്സരാജ് അടക്കം പറഞ്ഞത്, തനിക്ക് ഇങ്ങനെ ഒരു മകളില്ല, ഇവളെ തൂക്കിക്കൊന്നാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനായിരിക്കും, സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കി ഇവൾ നാളെ എന്നെ ഇല്ലാതാക്കില്ലെന്ന് ആര് കണ്ടു. ഇങ്ങനെയൊക്കെയായിരുന്നു ആ പിതാവിൻ്റെ പ്രതികരണം. പിതാവിൻ്റെ മാത്രമല്ല, ആ ഒരു സ്ഥലത്ത് തടിച്ചുകൂടിയ, ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ തടിച്ചുകൂടിയ ആബാലവൃദ്ധം ജനങ്ങളും വലിയ ജനരോഷത്തിലായിരുന്നു. അവളെ ഞങ്ങൾക്ക് വിട്ടുതരൂ, അവളെ ഒരു ജയിലിലും ഇടണ്ട, ഞങ്ങൾ ഇല്ലാതാക്കും, അവളിനി പുറത്തേക്ക് ഇറങ്ങിയാലും ഞങ്ങൾ ഇല്ലാതാക്കും എന്നൊരു രീതിയിലായിരുന്നു അവിടെ കടുത്ത ജനരോഷമുണ്ടായത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അധിക നേരം തെളിവെടുപ്പ് നടത്താൻ സാധിച്ചില്ല. തുടർന്ന് കടപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് തെളിവെടുപ്പ് നടത്തി. പിന്നീട് ഈ ശാസ്ത്രീയ തെളിവുകളുടെ കൂടി ബലത്തിലാണ് ഇപ്പോൾ ശരണ്യ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും ശിക്ഷാവിധി ഉടനെ ഉണ്ടാകും. കേരളം ഇതുവരെ കേട്ടിട്ടുണ്ട്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായിട്ടാണ് കോടതി ഇതിനെ വിലയിരുത്തുന്നത്. സ്വന്തം കുഞ്ഞിനെ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വന്തം അമ്മ തന്നെ ഇല്ലാതാക്കിയ ഒരു സംഭവം. ഇങ്ങനെ ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ ഗർഭിണിയാകുന്നു, അങ്ങനെ ഗർഭം ധരിച്ച് ജന്മം നൽകിയ കുഞ്ഞിനെ തന്നെ കൊലപ്പെടുത്തുന്നു. അത് തന്നെയാണ് ഒരു അമ്മ എന്ന പേരിന് പോലും ആ പെൺകുട്ടിയെ അർഹയല്ലാതാക്കി. എന്തായാലും ഇപ്പോൾ അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങൾ കേരള ശിശുക്ഷേമ സമിതി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2002 നവംബർ 14 അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം ഇത്തരത്തിൽ മാതാപിതാക്കൾക്ക് വളർത്താൻ ഉദ്ദേശമില്ലാതെ അവർക്കൊരു ഭാരമായി തോന്നുന്ന കുട്ടികളെ ഈ അമ്മത്തൊട്ടിലേക്ക്, യാന്ത്രികമായിട്ടുള്ളൊരു തൊട്ടിലാണ്, ആ തൊട്ടിലേക്ക് കിടത്തുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഐഡൻറ്റിറ്റി ചോരാതെ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം പിന്നീട് ഏറ്റെടുക്കുന്നത് സർക്കാരാണ്. അങ്ങനെ സർക്കാരിൻ്റെ അനാഥാലയങ്ങളിലേക്കും പിന്നീട് ദത്തെടുക്കൽ പ്രക്രിയകളിലേക്കും ആ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. വളർത്താൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക്, ദമ്പതികൾക്ക് ഈ കുഞ്ഞുങ്ങളെ കൈമാറുന്നതിലൂടെ അവരുടെ ഭാവി കൂടി സുരക്ഷിതമാകും. ഇത്തരത്തിൽ അങ്ങനെയുള്ള അവസരങ്ങളുണ്ട് എന്നിരിക്കെ ഇത്തരത്തിൽ പൈശാചികമായൊരു കൊലപാതകം സ്വന്തം അമ്മ തന്നെ നടത്തിയ ഒരു കേസാണ് ഈ തയ്യിൽ ശരണ്യയുടെ ഈ കുഞ്ഞിനെ, വിയാൻ എന്ന 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസ്.